സതീഷ് കണ്ണൂർ ചോദിക്കുന്നു, അരുൺകുമാറിനോട് മാപ്പ് പറഞ്ഞു എന്നൊരു വാർത്ത യൂട്യൂബിൽ പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? സത്യമില്ലാന്ന് മാത്രമല്ല, പച്ചക്കള്ളവുമാണ്. പിന്നെ അതിൻ്റെ വ്യവഹാര വഴിയിൽ അതിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ട് പ്രേക്ഷകരോട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വ്യവഹാര വഴിയിലായതുകൊണ്ടാണ് അതിന് കൂടുതൽ വിശദാംശങ്ങൾ പറയാത്തത്. സത്യമില്ല എന്ന് മാത്രമല്ല, പച്ചക്കള്ളവുമാണ്. നമസ്കാരം. CPM-ന്റെ അരുൺകുമാർ ചാനൽ ചർച്ചയിൽ വന്ന ദിവസം 24-ന്റെ ഹാഷ്മി അന്ന് പിണറായി സർക്കാരിനെതിരെ പൂണ്ട് വിളയാടിയത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ. അന്ന് രാത്രി ഹാഷിമി ക്ഷമാപണം നടത്തിക്കൊണ്ട് തനിക്ക് വാട്സപ്പ് മെസ്സേജ് ഇട്ടു എന്ന് പറഞ്ഞ് അരുൺ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെപ്പറ്റി ഒരു പ്രേക്ഷകൻ ഹാഷിമിയോട് ചോദിച്ചപ്പോൾ അത് ശുദ്ധ നുണയാണെന്നും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നും ഹാഷിമി തന്നെ പറയുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. പഴയ SFI-കാരനാണ് ഹാഷിമി എന്ന് ചാനൽ ചർച്ചകളിൽ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുള്ള അതേ ഹാഷിമിയെ തന്നെ ഇടത് വെട്ടിക്കിളിക്കൂട്ടം അദ്ദേഹം ഒരു SFI-കാരനല്ല, ഇടതുപക്ഷക്കാരനെയല്ല, മറിച്ച് പഴയ NDF തീവ്രവാദി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ഹാഷിമി എന്ന് പറഞ്ഞുകൊണ്ടുവരെ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പഴിചാരലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ രാത്രിയിൽ തനിക്ക് മാപ്പപേക്ഷ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാട്സപ്പ് സന്ദേശം അയച്ചു എന്ന് കള്ളം പറയുന്ന, ഭാവിയിൽ MLA സ്ഥാനാർത്ഥിയായിട്ട് വരെ മത്സരിക്കുമെന്ന് ഇടതുപക്ഷക്കാർ തന്നെ വിശ്വസിക്കുന്ന അരുൺകുമാറിനെ പോലെയുള്ള ഒരാൾ. അതിന് മറുപടിയായിട്ട് താൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നും അനിൽകുമാർ പച്ചക്കള്ളമാണ് പറയുന്നതെന്ന് മാധ്യമപ്രവർത്തകനും പറയുന്ന ഒരു പ്രത്യേക വൈകാരിക മാനത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരക്കാരെ പോലെയുള്ളവരാണ് നമ്മളെ ഭരിക്കാനുള്ള രാഷ്ട്രീയ നേതൃത്വ സ്ഥാനത്തിരിക്കുന്നത് എന്നുമുള്ളതാണ് വിരോധാഭാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.